കോൺഗ്രസ് ഭരിക്കുന്ന പുൽപ്പള്ളി ബാങ്ക് തട്ടിയെടുത്ത പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് ഇരകളായ ഡാനിയലും ഭാര്യയും കോൺഗ്രസ് നേതാവ് വി.എം. പൗലോസിന്റെ വീട്ടിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുന്നത് തുടരുകയാണ്. 36 ലക്ഷം രൂപയാണ് തട്ടിയെടുത്തത്. വിവരങ്ങളുമായി ജോഷില ചേരുന്നു. ജോഷില, ഏറെ നാളുകളായി ഇവർ ഇത്തരത്തിൽ സത്യാഗ്രഹം അനുഷ്ഠിച്ചുള്ള സമരത്തിലാണ്. അത് നമ്മൾ കൈരളി ന്യൂസ് ജോഷിലാൻ്റെ വാർത്തയായി നൽകിയതുമാണ് നേരത്തെ. ഇപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ സമരത്തിൻ്റെ പുരോഗതി? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? അജിംഷാദ്, ഈ നട്ടുച്ച വെയിലിൽ സത്യാഗ്രഹം ഇരിക്കുന്ന രണ്ട് വൃദ്ധ ദമ്പതികളെയാണ് നമുക്ക് കാണാൻ കഴിയുക. ആലൂർ കുന്നിലുള്ള വി.എം. പൗലോസ് എന്ന കോൺഗ്രസ് നേതാവിന്റെ വീടിന് മുന്നിലാണ് അവർ സത്യാഗ്രഹം ഇരിക്കുന്നത്. അവർ 36 ലക്ഷം രൂപയാണ് അവരുടെ പേരിൽ ഈ ബാങ്ക് ഭരണസമിതി തട്ടിയെടുത്തിരിക്കുന്നത്. 2 ലക്ഷം രൂപ വായ്പയ്ക്ക് വേണ്ടി അപേക്ഷിച്ചതായിരുന്നു. അത് ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തന്നെ തട്ടിയെടുക്കുന്ന അവസ്ഥ 36 ലക്ഷം രൂപയായി തട്ടിയെടുക്കുന്ന അവസ്ഥയിലേക്ക് മാറി. പിന്നീട് അതിപ്പോൾ പലിശ കയറി 76 ലക്ഷം രൂപയായി മാറിയിരിക്കുന്നു. ഈ ദമ്പതികൾക്ക് വേറെ ആശ്രയം ഒന്നും തന്നെ ഇപ്പോൾ ഇല്ല എന്നുള്ളതാണ്. ജീവിച്ചു പോകാൻ, അതുപോലെ തന്നെ രോഗാവസ്ഥയിൽ കഴിയുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ വലിയ പ്രശ്നമായി നിലനിൽക്കുന്ന സമയത്താണ് വി.എം. പൗലോസിന്റെ വീടിന് മുന്നിൽ നിരാഹാരം ഇരിക്കാൻ വി.എം. പൗലോസിന്റെ അനുജന്റെ പേരിൽ 16 ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് വഴി തട്ടിയെടുത്തു എന്നുള്ളത് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് കണ്ടെത്തിയത് കൂടിയാണ്. അത് തിരിച്ചു നൽകണം എന്ന്, അതായത് ഇവരുടെ പേരിലെടുത്ത തുകയാണ് ഇവരാണിപ്പോൾ തിരിച്ചടക്കേണ്ടത്. അത് തിരിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഇവരിപ്പോൾ സമരം ആരംഭിച്ചിരിക്കുന്നത്. നമുക്ക് ചോദിക്കാം, ഡാനിയലിനോടും സാറയോടും നമുക്ക് ചോദിക്കാം, എന്താണ് നിങ്ങളുടെ ഒരു സമരത്തിന്റെ ആവശ്യങ്ങൾ, അതുപോലെ ഇവിടെ സത്യാഗ്രഹം ഇരിക്കാനുള്ള കാരണം? ഈ പൗലോസൂട്ടിയുടെ ബാങ്കിലെ പൈസ എടുത്ത പൗലോസൂട്ടിയുടെ അനിയൻ്റെ അക്കൗണ്ടിലേക്കാണ് എൻ്റെ 16 ലക്ഷം രൂപ പോയേക്കുന്നത്. അതിനെ ചൊല്ലി ഇവിടെ വന്നപ്പോൾ പൗലോസൂട്ടി പറഞ്ഞു അത് മത്തായിയുടെ വീട്ടിൻ്റെ അടുത്ത് പോയി ഇരിക്കാൻ എന്നോട് പറഞ്ഞു. ഇയാൾ ബോർഡ് മെമ്പറും കാര്യപ്പെട്ട രീതിയിൽ അനിയന് എൻ്റെ ഇതിലേക്ക് പൈസ എടുത്തിട്ട് ചെയ്തു കൊടുത്ത കേസായിട്ടാണ്. ബോർഡ് മെമ്പറാണ് ബാങ്കിൻ്റെ പൗലോസൂട്ടി. അപ്പോൾ അവൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചു നിങ്ങൾ അറിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ കാര്യം നടക്കുമല്ലോ, നിങ്ങളാണല്ലോ ഈ പണി ചെയ്തത്, ബാങ്കുകാരോട് ചോദിക്കാനാണ് പൗലോസൂട്ടി പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വന്ന സ്ഥിതിക്ക് ഇവിടെ വന്ന് ഇരുന്നപ്പോൾ ഞാൻ റോഡിൻ്റെ അങ്ങേ വശത്തായിരുന്നത്. ഒരു 2-3-4 ഗുണ്ടകളൊരു ഓമിനിയെ വന്നേച്ച് എൻ്റെ ഭാര്യയുടെയും കാല് വെട്ടും കൊല്ലുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി ജീവിക്കാനൊരു മാർഗ്ഗം ഇല്ലാണ്ടായിട്ട് ഇരിക്കുകയാണ്. കൊല്ലപ്പള്ളി ഷാജി ഇപ്പോൾ കുറച്ച് നേരമായുള്ളൂ. കൊല്ലപ്പള്ളി ഷാജി ഇടിയാങ്ങുന്ന സജീവങ്ങളെ കൂടിയാണ് വന്നേച്ച് എൻ്റെ കാല് വെട്ടും കഴുത്ത് വെട്ടും എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തേച്ച് പോയത്. പോലീസുകാർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ്.ഐയുടെ മുമ്പിൽ വെച്ചാണ് ഈ വർത്തമാനം പറഞ്ഞത്, നിങ്ങളെ കൊല്ലും, അങ്ങനെയാക്കും ഇങ്ങനെയാക്കുന്നു, പോലീസുകാരങ്ങോട്ട് പോട്ടെ, അത് കഴിഞ്ഞാൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവന്മാർ ഭീഷണിപ്പെടുത്തിച്ച് പോയേക്കുന്നത്. എനിക്ക് മരിക്കുന്ന കൂട്ടത്തിലൊരു മടിയുള്ള കൂട്ടത്തില്ല. എൻ്റെ മുതലും പോയി ഈ വയസ്സാം കാലത്ത് ഞാൻ 10-71 വയസ്സായ തല്ലും മേടിച്ചിട്ട് ഇനിയിപ്പോൾ മരിക്കുന്നതിന് ഇവൻ്റെ വീടിൻ്റെ മുന്നിൽ കിടന്ന് മരിക്കാനും എനിക്ക് വിഷമമില്ല, അല്ലെങ്കിൽ നടുറോട്ടിൽ കിടന്ന് മരിക്കുന്നതിനും. ഈ നീചമായ പ്രവൃത്തി ഇവർ എൻ്റെ മുതലും മേടിച്ചെടുത്തേച്ച് ഗുണ്ടകളെ കൂട്ടി എന്നെ തല്ലിക്കാൻ കെ പ്രകാശത്തിൻ്റെ വീട്ടിൽ പോയി ഞാനിരുന്നു. ഈ ഷാജിയും ഇടിയാങ്കുന്നതിനും വന്നേച്ച് ഭീഷണിപ്പെടുത്തി ഭയങ്കര ഒച്ചപ്പാടും ബഹളമായി. ഇപ്പോൾ പൗലോസൂട്ടിയുടെ ഈ റോഡിൻ്റെ സൈഡിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെ അഭിമാനപ്പെടുത്തുകയാണെന്ന് ചോദിച്ച് ഇടിയാങ്കുന്ന സജിയും കൊല്ലപ്പള്ളി ഷാജിങ്ങളെ കൂടിയിട്ട് വന്നേച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാണ് പോയേക്കുന്നത്. അമ്മ, മുന്നേ നിങ്ങളെ ഉപദ്രവിച്ചിരുന്നു അല്ലേ? ഞങ്ങൾ മുമ്പേ ഉപദ്രവിച്ചിരുന്നു. ചോദിച്ച വകയിൽ പൈസ ചോദിച്ചാൽ അവർ അവധി പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് ഒരു 5-6 കൊല്ലം ഞങ്ങളെ നടത്തിച്ചു. അവസാനം ഞങ്ങൾ 2022 മാർച്ച് 22-ന് ഞങ്ങൾക്ക് സാധനം എടുത്തു തരാം, അവരൊക്കെ 1.5 കോടി കിട്ടാനുണ്ട് പനവരം ബാങ്കിൽ നിന്നും പറഞ്ഞിട്ട് ഞങ്ങളെ ഈ ഷാജിയും സജീവനും കൂടെ കൂടിയിട്ട് പറഞ്ഞു. അങ്ങനെ മാർച്ച് 31 കിട്ടാതെ വന്നപ്പം ഞങ്ങൾ കേളക്കവലെ കുടുംബശ്രീക്ക് പോകുന്ന വഴിക്ക് ഞാൻ അവരെ കാണുകയും അവരോട് ചോദിക്കുകയും ചെയ്ത വകയിൽ അവരെന്നെ ഉന്തുവും തള്ളുകയും ചെയ്തു. അവസാനം അവർ 3-4 ഗുണ്ടകളും പിന്നെ അവരുടെ ചേട്ടൻ്റെ മക്കൾ 2 പേരും പിന്നെ ലാൽജീവൻ അനിയൻ ഷാജി സജീവൻ അവരെല്ലാവരും കൂടെ കൂടി എന്നെ എൻ്റെ മക്കളെ ഉപദ്രവിക്കുകയും കുറേ ഒരു 10-100 കിലോ 100 വാരയൊന്നും അല്ല, ഞങ്ങൾ ദൂരം പോയ സമയത്താണ് ബൈക്കിലും വന്നിട്ട് ഞങ്ങളെ ഉപദ്രവിക്കുകയൊക്കെ ചെയ്തു. വീട് റിപ്പയറിങ്ങിനായിരുന്നു അല്ലേ? വീട് റിപ്പയറിങ്ങിന് ഒരു റൂം ഇടിഞ്ഞു പൊളിഞ്ഞിട്ട് ചാടി തുടങ്ങിയായിരുന്നു. അത് റിപ്പയറിങ്ങിന് വേണ്ടിയിട്ടായിരുന്നു 2 ലക്ഷം. അപ്പോൾ 28 സെൻറ്റ് സ്ഥലം വെച്ചാൽ എനിക്ക് 30,000 രൂപ പോലും കിട്ടുകയില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോഴാണ് കെ ഞാൻ പല ബാങ്കിലും പോയി, അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് കെ അബ്രഹാം സജീവനും ഉണ്ടായിരുന്നു. അപ്പോൾ കെ അബ്രഹാം പറഞ്ഞു, ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കേണ്ട, 2 ലക്ഷം രൂപ ഞങ്ങൾ എടുത്തു തരാം, ഇവിടുന്ന് ഈ ബാങ്കിൽ നിന്ന് തരാം, സഹകരണ ബാങ്കിൽ നിന്ന് തരാമെന്ന് പറഞ്ഞു. അപ്പം അതും പ്രകാരമാണ് ഞാൻ ഈ അപ്പം പറഞ്ഞു എൻ്റെന് അത്രയും കിട്ടുകയില്ല.
അവിടെയും പറഞ്ഞു. അടുത്ത ആധാരം ചോദിച്ചു, ചേട്ടായിയുടെ ആധാരം കൂടെ തിരിച്ചു ചോദിച്ചു. അപ്പോൾ 2 ലക്ഷം രൂപ തരാം, ഇതിനുള്ളതുണ്ട് എന്ന് പറഞ്ഞു. ആധാരം വെച്ചിട്ടാണ് ഇവർ 36 ലക്ഷം രൂപ എടുത്തു. ഞാൻ അതിൽ നിന്ന് 1 രൂപ പകയപ്പറ്റോ എൻ്റെ അക്കൗണ്ടിൽ വരുവോ ചെയ്തിട്ടില്ല. എൻ്റെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലും വന്നിട്ടില്ല. ചതിക്കുകയായിരുന്നു, വഞ്ചനയായിരുന്നു. കെ അബ്രഹാം എന്ന കോൺഗ്രസ് നേതാവിന്റെ വീട്ടിൽ പോയി നിങ്ങൾ സത്യാഗ്രഹം സത്യാഗ്രഹം ഇരുന്നു. അവിടെ സത്യാഗ്രഹം ഇരുന്ന സമയത്ത് സർക്കിള് വന്ന് പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇരുന്നാൽ മതി എന്നും പറഞ്ഞ് ഞങ്ങളിങ്ങനെ റോഡിൻ്റെ സൈഡിൽ ഇരുന്നു. അവിടെ ഇരുന്ന് ഇതും കെട്ടിയിരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഇതുപോലെ തന്നെ കൊല്ലപ്പള്ളി ഷാജിയുടെ ഗുണ്ടകളും കൂടെ വന്നിട്ട് ഞങ്ങളുടെ അത് പൊളിച്ച് കളയുമെന്നും നിങ്ങളിവിടുന്ന് എണിച്ചു പോയില്ലെങ്കിൽ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അടിച്ച് ശരിയാക്കുമെന്നും ഒക്കെ പറഞ്ഞു. അതും ഒന്നും ഉണ്ട് പോലീസുകാർ. അവസാനം ചേട്ടായി എന്നാ എണിപ്പിച്ച് വിടാമെന്ന് പറഞ്ഞ് എണിച്ച് ചെല്ലുമ്പോൾ അപ്പോഴത്തേനും പോലീസുകാരും ഇടപെട്ട് അവരപ്പോൾ പോവുകയും ചെയ്തു. അവർ പിന്നെ 2 പ്രാവശ്യം ഗുണ്ടകളെ പറഞ്ഞു വിട്ടു. പിന്നെ ഓട്ടോറിക്ഷയിൽ ഇത് പൊളിച്ച് കളഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ശവ ഇവിടുന്ന് കൊണ്ടുപോകുമെന്നും പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ. അജിംഷാദ്, ഇതാണ് കോൺഗ്രസിന്റെ ഒരു പുൽപ്പള്ളിയിലെ അവസ്ഥ. ഇതാണ് നേരത്തെ കെ മുരളീധരൻ വന്നപ്പോൾ ഞങ്ങൾ ഇതേ ചോദ്യം ചോദിച്ചാണ്, നിങ്ങൾ എന്താണ് ഈ കുടുംബത്തോട് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ കെ അബ്രഹാമിനെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ നിസ്സാരമായി തള്ളിക്കളയുകയാണ് അന്ന് കെ മുരളീധരൻ അടക്കം ചെയ്തത്. തീർച്ചയായും ഈ എരിപൊരിയുന്ന വെയിലത്ത് ഇങ്ങനെ ഒരു വൃദ്ധ ദമ്പതികൾക്ക് റോഡിന്റെ സൈഡിൽ, പ്രത്യേകിച്ച് ആ വീടിന്റെ മുന്നിൽ കുത്തിയിരിക്കേണ്ടി വരുന്ന അവസ്ഥ ഇത് കാണുന്നില്ലേ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ എന്ന ചോദ്യം മാത്രമാണ് ബാക്കിയാകുന്നത്.